ഹായ് പ്രിയപ്പെട്ടവരെ, ഞാൻ ഇടയ്ക്ക് വല്ലപ്പോഴും എൻ്റെ എന്തെങ്കിലും അഭിപ്രായങ്ങൾ സോഷ്യൽ മീഡിയ വഴി ഷെയർ ചെയ്യാറുണ്ടെന്ന് നിങ്ങൾക്കറിയാലോ. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നതും അങ്ങനെ ഒരു കാര്യം തന്നെയാണ്. പക്ഷെ ഇത്തരം വീഡിയോകൾ ചെയ്യുമ്പോഴൊന്നും ഞാൻ ഒരാളെയും പേരെടുത്ത് വിമർശിക്കാറോ അല്ലെങ്കിൽ വ്യക്തിഹത്യ ചെയ്യാറോ ഒന്നും ചെയ്യാറില്ല. ഇന്നും അതൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ ഇന്ന് ഞാൻ പറയാൻ പോകുന്നതിൽ ആദ്യമായിട്ട് ഒരു പേര് വരും. ശരിക്കും ഞാൻ അവരല്ല പറയുന്നത്, അവർ പറഞ്ഞ ഒരു പോയിന്റ് എടുത്തിട്ടാണ് ഞാൻ പറയുന്നതെന്ന് ആദ്യമേ പറയുകയാണ്. കാരണം അവരുടെ അനുഭാവികളും അവരുടെ ഫാൻസൊക്കെ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ പറയുവാണെങ്കിൽ അതാണ് ഞാൻ മുന്നേ പറഞ്ഞത്. എനിക്ക് ആരെയും പേടിയൊന്നുമില്ല, പേടിക്കേണ്ട ഒരു കാര്യവും ഇല്ല. പിന്നെ അതൊരു കാര്യം. എന്താണെങ്കിലും ഫെമിനിസ്റ്റിലേക്ക് വരുമ്പോൾ ഇവർക്ക് ഉദ്ദേശിക്കുന്ന ഫെമിനിസ്റ്റ് എന്താണെന്ന് എനിക്കറിയില്ല. ഇവരെല്ലാം പറയുന്നത് ഞങ്ങൾ ഫെമിനിസ്റ്റുകളാണെന്നാണ് പറയുന്നത്. അതായത് സ്വയം പ്രഖ്യാപിത ഫെമിനിസ്റ്റുകളാണ് ഇവരൊക്കെ. ശരിക്കും ഫെമിനിസം എന്ന് പറയുമ്പോൾ ഒരു സ്ത്രീ ഇരയായിട്ട് വരുമ്പോൾ അതിന് അവളെ ഉപദ്രവിച്ച ആൾ, അതായത് പ്രതി ചേർക്കപ്പെട്ട ആള്, നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട അല്ലെങ്കിൽ നമ്മുടെ ക്ലോസ് സർക്കിളിലുള്ള ഒരാളാകുമ്പോൾ നമ്മൾ നിശബ്ദത പാലിക്കുകയാണ് എങ്കിൽ നിങ്ങളുടെ ഫെമിനിസം ഫേക്കാണ്. തീർച്ചയായിട്ടും അത് ഫേക്ക് ഫെമിനിസമാണ്. അപ്പൊ നിങ്ങളൊരു ഫെമിനിസ്റ്റ് അല്ല. അതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ സമൂഹത്തിൽ ഉയർന്ന നിലകളിലുള്ള, അതായത് സാമ്പത്തികമായിട്ട് അല്ലെങ്കിൽ ഫേമസ് ആയിട്ടുള്ള ഉയർന്ന നിലകളിലുള്ള സ്ത്രീകൾക്ക് മാത്രമല്ല പ്രശ്നങ്ങളുള്ളത്. അവരുടെ പ്രശ്നങ്ങൾ വരുമ്പോൾ മാത്രം അതിനെ അഭിസംബോധന ചെയ്തിട്ട് നിങ്ങൾക്ക് വൈറലാകാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തെങ്കിലും പ്രസ്താവനകളോ അഭിപ്രായങ്ങളോ ഒക്കെ പറയുന്നതും ഫെമിനിസം അല്ല. താഴേക്കിടയിലുള്ള സ്ത്രീകൾക്കും പ്രശ്നങ്ങളുണ്ട്. അവരുടെ പ്രശ്നങ്ങളെ കൂടി അഭിസംബോധന ചെയ്ത് സംസാരിക്കാൻ നിങ്ങൾക്ക് കഴിയാത്തിടത്തോളം നിങ്ങൾ എന്താണ്, അസൽ അവസരവാദികളാണ്. അതായത് നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ് നിങ്ങൾ നിൽക്കുന്നത്. നിങ്ങൾക്ക് ഈ ലൈം ലൈറ്റിൽ നിൽക്കുക എന്നൊക്കെ പറയില്ലേ, അതേ ഒരു മെന്റാലിറ്റിയാണ്. അതല്ലാതെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ചിന്തയൊന്നും നിങ്ങൾക്കില്ല. അപ്പോഴും നിങ്ങൾ ഫെമിനിസ്റ്റ് അല്ല. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള ഒരു ചിന്താഗതിയാണ്. തീർത്തും തെറ്റായിട്ടുള്ള ചിന്താഗതിയാണ്. അതായത് പുരുഷനേക്കാട്ടിലും മുകളിലേക്ക് നമ്മൾ പോകണം, എന്താ പറയാ, അവരെ മൊത്തത്തിൽ തറപ്പറ്റിക്കണം എന്നൊക്കെ ഉള്ള ഒരു ചിന്താഗതി, അതായത് പുരുഷന്മാരെ അടിച്ചു താഴ്ത്തുക, ആ ഒരു ചിന്താഗതി എൻ്റെ അഭിപ്രായത്തിൽ തെറ്റാണ്. ഞാൻ അതൊന്നും ഫെമിനിസം ആണെന്ന് വിശ്വസിക്കുന്ന ഒരാളേ അല്ല. എൻ്റെ അച്ഛൻ ചെറിയ എന്താ പറയാ, വ്യക്തിപരമായിട്ട് പറയുമ്പോൾ ചില പ്രശ്നങ്ങളുള്ളൊരു മനുഷ്യനാണെങ്കിലും അദ്ദേഹം നല്ലൊരു വ്യക്തി തന്നെയായിരുന്നു. പിന്നെ ഈ ചില പോരായ്മകൾ എല്ലാ വ്യക്തികൾക്കും ഉണ്ട്, ഇപ്പൊ എനിക്കുമുണ്ട് അങ്ങനെ. പക്ഷെ നല്ലൊരു വ്യക്തിയായിരുന്നു, സമൂഹത്തിൽ നല്ലൊരു വ്യക്തി തന്നെയായിരുന്നു. ആരെയും ദ്രോഹിക്കാത്ത, സ്ത്രീകളെ ഉപദ്രവിക്കാത്ത, മനുഷ്യരോട് കുറേയൊക്കെ ബഹുമാനമുള്ള ഒരു മനുഷ്യൻ തന്നെയായിരുന്നു എൻ്റെ അച്ഛൻ. അതേപോലെ തന്നെ എൻ്റെ സഹോദരങ്ങള്, എൻ്റെ ഹസ്ബൻഡ്, ഞാൻ ഇടപെടുന്ന സ്ഥലങ്ങളില് എൻ്റെ പുരുഷ സുഹൃത്തുക്കൾ, ഇവരെല്ലാവരും തന്നെ നല്ല മനുഷ്യരാണ്. അപ്പൊ അവർക്ക് നല്ലവരായി നിൽക്കെ കുറച്ചു പേരൊക്കെ മോശമുണ്ടെന്ന് പറഞ്ഞിട്ട് പുരുഷന്മാരെ അടച്ചാക്ഷേപിക്കുന്ന ഒരു പ്രവണതയുണ്ട്. അങ്ങനെയുള്ള ഒരു ഫെമിനിസ്റ്റിലൊന്നും എനിക്ക് വിശ്വാസമില്ല. പിന്നെ ഒരു മനുഷ്യജീവി, ഒരു ഹ്യൂമൻ ബീയിങ് എന്നുള്ള രീതിയിലുള്ള ഒരു ഈക്വാലിറ്റിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ടത്. അതാണ് എൻ്റെ കാഴ്ചപ്പാടിലെ ഫെമിനിസം. അല്ലാതെ പുരുഷന്മാരെ അടിച്ചു താഴ്ത്തുന്ന ഫെമിനിസം ഒന്നും, അതിനൊന്നും ഞാൻ സപ്പോർട്ട് ചെയ്യുന്നതേ ഇല്ല. അപ്പോൾ ഈ മൂന്ന് കാഴ്ചപ്പാടിലാണ് എൻ്റെ മനസ്സിലെ ഫെമിനിസം നിലനിൽക്കുന്നത്. അത് ഞാൻ ആദ്യമേ പറഞ്ഞതാണ് കേട്ടോ. പിന്നെ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ശ്രീലക്ഷ്മി അറക്കില് ഒരു പ്രസ്താവന ഇറക്കേണ്ടായി. അതായത് സ്ത്രീകൾക്ക് ഓവുലേഷൻ സമയത്ത് ലിബിഡോ, അതായത് സെക്ഷൽ താല്പര്യം കൂടുതലായിരിക്കും, ആരെ കിട്ടിയാലും മതി എന്നുള്ളൊരു രീതിയിലാണ് അവർ പറഞ്ഞത്. അങ്ങനെ തന്നെയാണ് അവർ പറഞ്ഞത്. എല്ലാവരും കേൾക്കുകയും അതിനെക്കുറിച്ച് സംസാരിക്കുകയും പോസ്റ്റുകൾ ഇടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇത് എത്ര അസംബന്ധമായിട്ടുള്ളൊരു കാര്യമാണ് ഈ സ്ത്രീ പറഞ്ഞതെന്ന് അവർക്ക് ഒരു ചിന്തിക്കുന്നുണ്ടോ? അവർ നല്ല വിദ്യാഭ്യാസമുള്ള ഒരു വ്യക്തിയാണ്. പക്ഷെ വേറൊരു കാര്യമുണ്ട് ഇതിനകത്ത്, വിദ്യാഭ്യാസവും വിവേകവും തമ്മിൽ പലപ്പോഴും പോൾസപ്പാട്ട് എന്ന് പറയുന്ന പോലെ ധ്രുവങ്ങളുടെ അന്തരം ഉണ്ടാവും. മനുഷ്യൻ പോളിഗമി ആയിരിക്കെ തന്നെ 50% പുരുഷന്മാർക്ക് പോലും അവർക്ക് ഇമോഷണൽ ഫീലിങ്സ് ഇല്ലാത്ത ഒരു സ്ത്രീയുമായിട്ട് ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെടാൻ കഴിയില്ല എന്ന യാഥാർത്ഥ്യം നിലനിൽക്കെ സ്ത്രീകൾക്ക്, അതായത് ഇവർ പറയുന്നതനുസരിച്ച് മെജോറിറ്റി സ്ത്രീകൾക്ക് അതെങ്ങനെ സാധിക്കുമെന്നാണ്? ഒരിക്കലും സാധിക്കില്ല. അത് നമുക്ക് ഫീലിങ്സ് വന്നേക്കാം, മീൻസ് സെക്ഷൽ ഫീലിങ്സ് വന്നേക്കാം, പക്ഷേ ആരെങ്കിലുമായിട്ട് നമുക്ക് സെക്സ് ചെയ്യണം എന്നുള്ള ഫീലിങ്സ് നമുക്ക് ഒരിക്കലും വരില്ല. അത് ശ്രീലക്ഷ്മി അറക്കലിന്റെ മാത്രം ചിന്താഗതിയാണ്. അല്ലെങ്കിൽ അതുപോലെ ചിന്തിക്കുന്ന
ഒരു 5-6% ആളുകളുടെ മാത്രം ചിന്താഗതിയാണ്. അതിൻ്റെ കാരണങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു എന്താ പറയുക, ഒരു സാധാരണ ഒരു ജന്തുവർഗം അല്ല, നമ്മൾ മനുഷ്യരാണ്. മനുഷ്യർക്ക് വിവേകമുണ്ട്, അവർക്കൊരു കൾച്ചറുണ്ട്, പിന്നെ കുടുംബ ബന്ധങ്ങളുണ്ട്, അതേപോലെ തന്നെ മാനസികമായിട്ടുള്ള താല്പര്യങ്ങളുണ്ട്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളെ ചുറ്റിപ്പറ്റി തന്നെയാണ് ഇപ്പോഴും നമ്മുടെ ലൈംഗികപരമായിട്ടുള്ള കാര്യങ്ങൾ നിലനിൽക്കുന്നത്. അതല്ലാത്ത വളരെ കുറച്ച് പേരേ ഉള്ളൂ, ഒരു 5-6% പേരൊക്കെ തന്നെ അങ്ങനെ വരുള്ളൂ. പിന്നെ ഇവര് പറയുന്ന രീതി വെച്ചിട്ടാണെങ്കിൽ പ്രോസ്റ്റിറ്റ്യൂഷൻ ചെയ്യുന്നവര്, അവരുടെ ജീവിതം തന്നെ വേറെ ഒന്നാണ്. അവരെ നമ്മൾ ബഹുമാനക്കുറവോടുകൂടിയൊന്നും ഞാൻ കാണുന്നില്ല. അല്ലെങ്കിൽ അവർ ചീത്ത മനുഷ്യരാണ്, അവരങ്ങനെയാ, അവരെ കണ്ടിട്ട് എല്ലാവരും അങ്ങനെയാണ് എന്നൊന്നും പറയുന്നില്ല. അവരുടെ ജീവിതം വ്യത്യസ്തമാണ്, അവർ തിരഞ്ഞെടുത്ത വഴി അതാണ്. അതിനെ കുറ്റം പറയാനോ വിധിക്കാനോ ഒന്നും ഇല്ല. പിന്നെ ഇവർ എന്തടിസ്ഥാനത്തിലാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? പുരുഷന്മാർക്ക് പോലും സാധിക്കാത്ത കാര്യങ്ങൾ സ്ത്രീകൾക്ക് സാധിക്കും, സ്ത്രീകൾ എങ്ങനെയൊക്കെയാണെന്ന് ഇവർ എന്ത് ലോജിക്ക് വെച്ചാണ് ഈ പറഞ്ഞു വെക്കുന്നത്? ഇവരുടെ ഇത്തരം സംസാരം കൊണ്ട് അല്ലെങ്കിൽ ഇത്തരം പ്രസ്താവനകൾ ഈ സോഷ്യൽ മീഡിയ വഴി പുറത്തേക്ക് വിടുമ്പോൾ ഇവിടെ സംഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്നറിയാമോ? ഈ സോഷ്യൽ മീഡിയയിൽ ഏതെങ്കിലും സ്ത്രീ ചെറുതായിട്ടൊന്ന് ക്ലീവേജ് കാണിച്ച് അല്ലെങ്കിൽ വസ്ത്രം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോയാൽ പോലും അവരുടെ വീഡിയോസിന് താഴെ വന്നിട്ട് വെർബൽ റേപ്പ് ചെയ്യുന്ന കുറച്ച് അണ്ട പിടിച്ച പുരുഷന്മാരുടേത് കൂടിയാണ് ഈ ലോകം. കുറച്ച്, എല്ലാവരെയും ഞാൻ പറയില്ല, കുറച്ച് പേര് അങ്ങനെയുണ്ട്. അപ്പോൾ അങ്ങനെ ചിന്തിക്കുന്ന പുരുഷന്മാരുടെ ഇടയിലേക്ക് ശ്രീലക്ഷ്മി ഇറക്കി ഇത്തരം പ്രസ്താവനകൾ ഇറക്കുമ്പോൾ ഇത് നിങ്ങൾ പറയുന്നത് എന്ത് ഫെമിനിസമാണ്? നിങ്ങൾ സ്ത്രീകളെ എത്രമാത്രം ഇകഴ്ത്തുകയാണ് ചെയ്യുന്നത്? നിങ്ങൾ പോൺ വീഡിയോസോ അല്ലെങ്കിൽ എന്തെങ്കിലും പലതും കണ്ടിട്ട് അതിനകത്തുള്ളതൊക്കെ റിയാലിറ്റി ആണോ? അതിനകത്തൊക്കെ സ്ത്രീകൾ ഇങ്ങനെ പുരുഷന്മാരെ വശീകരിക്കുന്ന രീതിയിലാണ് പലതും ചിത്രീകരിച്ചിട്ടുള്ളത്. അതൊക്കെയാണോ റിയാലിറ്റി? നിങ്ങൾ അങ്ങനെയൊക്കെയാണ് കരുതിയിരിക്കുന്നത്? അതൊന്നും റിയാലിറ്റി അല്ല. ജീവിതം എന്ന് പറയുന്നത് വേറെയാണ്. ജീവിതത്തിലേക്ക് ഇറങ്ങി വാ, എന്നിട്ട് ഫെമിനിസം എന്താണെന്ന് മനസ്സിലാക്കുക, എന്നിട്ട് ഫെമിനിസ്റ്റ് ആവുക. അല്ലാതെ സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കാനും പിന്നെ സ്വയം ഫേമസ് ആയിട്ട് നിലനിൽക്കാനും വേണ്ടിയിട്ട് എന്തെങ്കിലും പ്രസ്താവനകൾ ഇറക്കി വിടുമ്പോൾ അത് താങ്കളുടെ വിടുവായത്തം മാത്രമാണ്. അത് സ്ത്രീകളുടെ കാഴ്ചപ്പാടല്ല, സ്ത്രീകളുടെ ചിന്താഗതിയല്ല, സ്ത്രീകൾ അങ്ങനെയല്ല. അതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, ബൈ.